അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മൂസാ നബി അലൈഹിസ്സലാം ചരിത്രം ഭാഗം 5. നദിയിലൊഴുക്കപ്പെട്ട പെട്ടി രണ്ടാം ഭാഗം. ഫിർഔനിന്റെയും കിബത്തികളുടെയും ലക്ഷ്യം എന്തായിരുന്നുവെന്ന് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ അള്ളാഹുവിന്റെ ലക്ഷ്യം മറിച്ചായിരുന്നു. മർദ്ദിക്കപ്പെടുന്നവരിൽ നിന്ന് നേതാക്കന്മാരെയും ഭരണാധികാരികളെയും ഉയർത്തിക്കൊണ്ടുവരിക, മർദ്ദകർക്ക് വേദനാജനകമായ ശിക്ഷ നൽകുക. ഈ ലക്ഷ്യത്തോടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞു. ഇമ്രാന്റെ ഭാര്യ പ്രസവിച്ചത് ആ കുഞ്ഞിനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ ലക്ഷ്യം ഇങ്ങനെ പ്രകടമാക്കുന്നു: നാട്ടിൽ ബലഹീനരായി ഗണിക്കപ്പെടുന്നവർക്ക് ദാക്ഷിണ്യം ചെയ്യണമെന്ന് നാം ഉദ്ദേശിക്കുന്നു. അവരെ നേതാക്കന്മാരാക്കുകയും അവരെ അനന്തരാവകാശികളാക്കുകയും ചെയ്യുവാനും ഉദ്ദേശിക്കുന്നു. നാട്ടിൽ അവർക്ക് സ്വാധീനം നൽകുകയും ഫിർഔനിനും ഹാമാനും അവരുടെ സൈന്യങ്ങൾക്കും തങ്ങൾ അവരിൽ നിന്ന് ഏതൊന്നിനെ കുറിച്ച് ആ കാര്യം അനുഭവത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുവാനും നാം ഉദ്ദേശിക്കുന്നു. ഫിർഔനിന്റെ ധിക്കാരത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രിയായിരുന്നു ഹാമാൻ. ക്രൂരതയുടെ മറ്റൊരു പര്യായം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പൊതു നടപടിക്രമമാണ് ഇവിടെ വിവരിച്ചത്. ധിക്കാരവും അക്രമവും അതിന് കവിയുന്നതുവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കും. സമയമെത്തിയാൽ അവരെ നശിപ്പിക്കും. മർദ്ദിക്കപ്പെട്ടവരുമായ ജനതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കും. ലോകം വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നു: മൂസയുടെ മാതാവിന് നാം ബോധനം നൽകി, അവന് മുല കൊടുത്തുകൊള്ളുക. എന്നിട്ട് അവനെ കുറിച്ച് നിനക്ക് പേടിയുണ്ടായാൽ അവനെ നദിയിൽ ഇട്ടേക്കുക. നീ പേടിക്കുകയും വേണ്ട, വ്യസനിക്കുകയും വേണ്ട. നിശ്ചയമായും നാം അവനെ നിന്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അവനെ മുർസലുകളിൽ പെട്ടവനാക്കുകയും ചെയ്യും. പോകുന്ന സൗഭാഗ്യം എന്തൊക്കെയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാവിനെ അറിയിച്ചു കഴിഞ്ഞു. നദിയിലൊഴിക്കപ്പെട്ട കുട്ടി ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ എത്തിപ്പെടും. ഫിർഔനിന്റെയും ഹാമാനിന്റെയും കൺമുമ്പിൽ കുട്ടി വളരും. അവരുടെ ഏറ്റവും വലിയ ശത്രുവായി തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: എന്നിട്ട് തങ്ങൾക്ക് ശത്രുവും വ്യസനകരവും ആയി തീരുവാൻ വേണ്ടി ഫിർഔനിന്റെ ആൾക്കാർ അവനെ നദിയിൽ നിന്ന് കണ്ടെടുത്തു. നിശ്ചയമായും ഫിർഔനും ഹാമാനും അവരുടെ സൈന്യങ്ങളും അബദ്ധം പിണഞ്ഞവരായിരിക്കുന്നു. പുറത്താരും അറിയാതെ പെട്ടിയുണ്ടാക്കി വിരിപ്പുകൾ വിരിച്ചു. മൂസയെ കിടത്തി പെട്ടിയടച്ചു. ആരും കാണാതെ പെട്ടി നദിയിലൊഴുക്കി. ഓളങ്ങൾ പെട്ടിയെ കൊണ്ടുപോയി. സഹോദരി കുൽസും കരയിലൂടെ ഓടുന്നു. പെട്ടി വേഗത്തിൽ ഒഴുകുമ്പോൾ കുട്ടി വേഗത്തിൽ ഓടും. പെട്ടിയുടെ ഒഴുക്ക് സാവധാനത്തിലാകുമ്പോൾ കുട്ടിയുടെ ഓട്ടവും വേഗത കുറയും. സഹോദരൻ ഒഴുകി പോകുന്നു. അതാ കുളക്കടവിലേക്കാണ് പെട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. രാജകുമാരികൾ കുളിക്കുന്ന കടവ്. രാജാവിന്റെ പത്നി ആസിയ ബീവി അവിടെയുണ്ട്. തോയിമാരുണ്ട്. പെട്ടി അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു. ചിലർ നീന്തിച്ചെന്ന് പെട്ടി പിടിച്ചു. പെട്ടി കരയിലെത്തി. ഇനി എന്താണ് സംഭവിക്കുക? അതെ, മൂസാ നബിയുടെ ചരിത്രം 6-ാം ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത പാട്ടിൽ നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.